ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. ഇന്ന് ഈ കാണുന്ന ഒരു ഗൗണിൻ്റെ ഒരു സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അമ്മയ്ക്കും മകൾക്കും വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അമ്മയുടെ ആ ഗൗണിൻ്റെ ഒരു സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 13.5 മീറ്റർ പിങ്ക് കളറിൽ വരുന്ന നെറ്റും സാറ്റിനും കോട്ടനും എടുത്തിട്ടുണ്ട് കേട്ടോ. ആസ് യൂഷ്വൽ നമ്മൾ യോക്കാണ് ആദ്യം കട്ട് ചെയ്യണത്. നമ്മൾ പ്രിൻസസ് കട്ടാണ് ഫ്രണ്ടിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്ക് പോർഷനാണ് കേട്ടോ ആദ്യം മാർക്ക് ചെയ്യണത്. അപ്പോൾ ബാക്കിലോട്ടുള്ള സിപ്പിൻ്റെ സീം അലവൻസ് വിട്ടതിന് ശേഷം 17 ഇഞ്ചാണ്, ഇച്ചിരി ഇറങ്ങിയിട്ടുള്ള യോക്കാണ് ഇതിന് കൊടുത്തത്. അപ്പോൾ 17 ഇഞ്ച് യോക്ക് ലെങ്ത്തും ഷോൾഡർ ഡിവൈഡഡ് ബൈ 2 -0.5 ആണ് നമ്മൾ ഷോൾഡർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എത്രയാണോ നിങ്ങളുടെ ഷോൾഡർ അതിനെ 2 കൊണ്ട് ഹരിച്ചിട്ട് 0.5 കുറയ്ക്കുക. അതിനുശേഷം മിഡാം ഹോൾ ലെങ്ത് ആണ് അടയാളപ്പെടുത്തേണ്ടത്. 19 ഇഞ്ചാണ് നമുക്ക് ഈ ഒരു ഗൗണിൻ്റെ ആം ഹോള് ഇത് വരുന്നത്, റൗണ്ട് വരുന്നത്. ഇതിനൊരു 7.5 ഇഞ്ചോളം മിഡാം ഹോൾ ലെങ്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ചെസ്റ്റിൻ്റെ ഒപ്പം പാഡ് ഉള്ളതുകൊണ്ട് തന്നെ 3 ഇഞ്ചല്ല ലൂസ് ആഡ് ചെയ്തതാണിത്, 4 ഇഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെസ്റ്റ് പ്ലസ് 4 ഇഞ്ച് ഡിവൈഡഡ് ബൈ 4. പിന്നെ നമ്മളുടെ യോക്കിൻ്റെ അവിടെ യോക്കിൻ്റെ ഏറ്റവും അവസാനം ഷേപ്പും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 ഇഞ്ചാണ് കൂട്ടിയിട്ടാണത്. അപ്പോൾ യോക്കിൻ്റെ റൗണ്ട് പ്ലസ് 2 ഇഞ്ച് ഡിവൈഡഡ് ബൈ 4 ഇഞ്ച്. കാരണം ബാക്കിൽ നമ്മളൊരു ടൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് പ്രിൻസസിൻ്റെ മാർക്കിങ് ചെയ്യണം. അപ്പം നിപ്പിൾ പോയിൻറ്റിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടിപ്പ് 1 എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്യാം. 10 ഇഞ്ചാണ് എൻ്റെ ടിപ്പ് 1 വരുന്നത്. കപ്പ് വൈഡ് വരുന്നത് 9 ഇഞ്ചാണ്. അപ്പോൾ 4.5 ഇഞ്ചോളം നമ്മൾ അതിൻ്റെ വൈഡ് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ പ്രിൻസസ് കട്ടാണ് മാർക്ക് ചെയ്യണത്. അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ശേഷം നമ്മൾ ആ 10 ഇഞ്ചിലോട്ട് ഇതുപോലെ ആം ഹോളിൽ നിന്നൊരു സ്ട്രെയിറ്റ് വരയ്ക്കുക. അതിനുശേഷം താഴ്ത്തോട്ട് ഈ 4.5 ഇഞ്ചിലോട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് വരയ്ക്കുക. ഇതിനു മുമ്പ് ഞാനൊരു പ്രിൻസസ് കട്ടിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുള്ളവർ അതെടുത്ത് നോക്കിയാൽ മതി. ശേഷം നമ്മൾ സെൻറ്ററിലോട്ട് ഒരു 1/2 ഇഞ്ചും സൈഡിലോട്ട് ഒരു 2.5 ഇഞ്ചും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 3 ഇഞ്ചാണ് നമ്മളുടെ ഈ ടക്ക് പോയിൻറ്റിൻ്റെ അവിടെ നമ്മൾ പിടിക്കാനായിട്ട് വിട്ടണത്. അത് സൈഡിലോട്ട് നമ്മൾ മാർക്ക് ചെയ്യാൻ മറക്കരുത്, അല്ലെങ്കിൽ മെഷർമെൻറ്റിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മളിത് പ്രിൻസസിൻ്റെ ആ ഒരു കേർനെസ് കൃത്യത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്യണത്. അത് നമ്മൾ സൈഡിലോട്ട് സീം അലവൻസിൽ ആഡ് ചെയ്യണം. മുകളിൽ ആം ഹോളിൻ്റെ അവിടെ 2 ഇഞ്ച് 1 ഇഞ്ച് നമ്മൾ വിട്ട് കൊടുക്കുന്നുണ്ട്. 2 ഇഞ്ചല്ല, ഹാഫ് ഇഞ്ച് അപ്പുറത്തും ഇപ്പുറത്തും ആ വരച്ചതിൻ്റെ ആ വരയുടെ ഇപ്പുറത്തും അപ്പുറത്തും നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അതും ഇത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആം ഹോളിൻ്റെ അവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ 3 ഇഞ്ചോളം നമ്മൾ സൈഡിൽ മാർക്ക് ചെയ്തു, മുകളിൽ ഒരു 1/2 ഇഞ്ചോളം നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഫ്രണ്ടിൻ്റെ സീം അലവൻസ് ആണ് നമ്മൾ ഈ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വരച്ച ഷേപ്പുള്ള വരയാണ് ബാക്കിൻ്റെ സീം അലവൻസ്. ഫ്രണ്ടിൻ്റെയാണ് നമ്മൾ ഈ ഒരു വര വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഇത് വെച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം ബാക്കിൽ നമ്മുടെ ഈ സീം അലവൻസ് ബാക്കിൻ്റെ സീം അലവൻസ് തന്നെ എടുത്താൽ മതിയാവും. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ബാക്ക് പോർഷനാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യണത്. അപ്പോൾ ആ വിട്ടേണ സിബ് വെക്കാൻ വിട്ടേണ ആ സീം അലവൻസ് വിട്ടിട്ട് വേണം ഫ്രണ്ടിലെ ആ സെൻറ്ററിലെ പോർഷൻ നമ്മൾ മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മാർക്ക് ചെയ്തേണ ഈ ഒരു ലൈൻസുകൾ നോക്കിയിട്ട് നമ്മൾ ഫ്രണ്ട് ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മുടെ സെൻറ്റർ പോർഷനാണ്, പ്രിൻസസ് കട്ടിൻ്റെ സെൻറ്റർ പോർഷനാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അത് കൃത്യത്തിൽ തന്നെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സീം അലവൻസ് വിടാൻ, അതായത് തയ്യൽ തുമ്പ് വിടാനായിട്ട് നിങ്ങൾ മറക്കരുത്. അപ്പോൾ സെൻറ്റർ പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സൈഡ് പോർഷൻ ഇതുപോലെ ട്രേസ് ചെയ്തെടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും സീം അലവൻസ് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് മാറിപ്പോവാതെ കട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഡൗട്ടുള്ളവർക്കാണ്, ആദ്യമായിട്ടുള്ള ചെയ്യുന്നവർക്കാണെങ്കിൽ ബാക്കിൻ്റെ സീം അലവൻസ് വേണമെങ്കിൽ പിങ്ക് ചോക്ക് കൊണ്ടും ഫ്രണ്ടിൻ്റെ ബ്ലൂ ചോക്ക് കൊണ്ടും അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വരയ്ക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതിനുശേഷം ബാക്കിലെ സീം അലവൻസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏതാണെന്ന് നോക്കി അതിൻ്റെ സീം അലവൻസ് കൃത്യത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ഗൗണിൻ്റെ ഷോൾഡറും സ്ലീവൊക്കെ ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ നെക്കിൻ്റെ പോർഷൻ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനൊരു പ്രിൻസസ് ഷേപ്പാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ നെക്കിൻ്റെ വൈഡ് എത്രയാണോ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷോൾഡർ വൈഡ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിട്ടിട്ട്, അതായത് 2.5 ഇഞ്ചാണ് ഷോൾഡർ കൊടുക്കണമെങ്കിൽ 2.5 ഇഞ്ച്, അല്ലെങ്കിൽ 3 ഇഞ്ചാണെങ്കിൽ 3 ഇഞ്ച് കൊടുത്തിട്ട് അതും ഒന്ന് ഷേപ്പ് മാർക്ക് ചെയ്ത് വെക്കുക. ശേഷം നമ്മൾ സാറ്റിനാണ് കട്ട് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ ഫ്രണ്ടും ബാക്കും സാറ്റിനും ബാക്കിലെ നെറ്റും കൂടിയും നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ടിലാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്, ബാക്കിൽ നമ്മൾ പ്ലെയിൻ നെറ്റാണ് വെക്കുന്നത്. അപ്പോൾ ആ ഒരു നെറ്റും കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം ഞാൻ സിംഗിൾ അമ്പർലയിലാണ് അടിഭാഗം കൊടുത്തത്, ഡബിൾ അമ്പർലയല്ല. അപ്പോൾ സിംഗിൾ അമ്പർല എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലെങ്ത് അനുസരിച്ച് മാർക്ക് ചെയ്യുക. അമ്പർല കട്ട് ചെയ്യണതിൽ ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ ഒത്തിരി തവണ ഞാൻ അമ്പർല കട്ട് ചെയ്യണ വിധം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഡൗട്ട് ഉള്ളവർ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അതിനുശേഷം നമ്മൾ നെറ്റാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗൗണിൻ്റെ 2 ലെയർ നെറ്റ് വരുന്നുണ്ട്, അതായത് ഒന്നിന് മേലെ അറ്റാച്ച് ചെയ്തിട്ടുള്ള നെറ്റാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ലെയറിൻ്റെ ലെങ്ത്ത് 22 ഇഞ്ചും രണ്ടാമത്തെ ലെയറിൻ്റെ ലെങ്ത്ത് 10 ഇഞ്ചാണ്. അപ്പോൾ ടോട്ടൽ 32 ഇഞ്ചാണ് നമ്മളുടെ അടിയിലത്തെ പോർഷൻ്റെ നെറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത്. യോക്ക് ലെങ്ത്ത് വരുന്നത് 17 ഇഞ്ചും. അപ്പോൾ ഫുൾ ലെങ്ത്ത് വരുന്നത് 49 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 22 ഇഞ്ചിൻ്റെ നിങ്ങൾക്ക് എത്രയാണ് ഫ്ലെയർ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പീസ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ എടുക്കുന്ന ഫ്രിൽസിൻ്റെ ഒരു തിക്നെസ് അനുസരിച്ചിരിക്കും മെറ്റീരിയൽ യൂസ് ചെയ്യണത്. താഴത്താണ് നമുക്ക് കൂടുതൽ, അതിന് കൂടുതൽ മെറ്റീരിയൽ വേണ്ടത് നമുക്ക് താഴത്തോട്ടാണ്. അപ്പോൾ 10 ഇഞ്ചിൻ്റെ പീസും ആദ്യത്തെ 22 ഇഞ്ചിൻ്റെ പീസിനേക്കാളും കൂടുതൽ വേണ്ടത് 10 ഇഞ്ചിൻ്റെ പീസാണ് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ. ശേഷം നമ്മൾ സ്റ്റിച്ചിങ് ആണ് ചെയ്യുന്നത്. പ്രിൻസസ് കട്ടിൽ നമ്മൾ പാഡ് വെച്ചിട്ട് കവർ ചെയ്തിട്ടാണ്, പാഡ് കവർ ചെയ്തിട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്യണത്. അപ്പോൾ നമ്മൾ കോട്ടനും സാറ്റിനും സെപ്പറേറ്റ് ആണ് ഇതുപോലെ പ്രിൻസസ് കട്ട് അറ്റാച്ച് ചെയ്തെടുക്കേണ്ടത്. നോർമലി നമ്മൾ ചെയ്യാറ് സാറ്റിന്മേ കോട്ടൺ വെച്ച് അടിച്ചിട്ടാണ് പ്രിൻസസ് കട്ട് സ്റ്റിച്ച് ചെയ്യാറ്. ഇതങ്ങനെയല്ല, കോട്ടനും സാറ്റിനും സെപ്പറേറ്റ് ഇതുപോലെ സെപ്പറേറ്റ് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ പാഡ് വെച്ച് കൊടുക്കുന്നത്. പാഡ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത സീം അലവൻസ് എന്ന റോങ് സൈഡിലാണ് നമ്മൾ ആദ്യം പാഡ് വെച്ച് കൊടുക്കുന്നത്. അതിന് നമ്മുടെ ടിപ്പ് വണ്ണിൻ്റെ അളവ് 10 ഇഞ്ചാണെങ്കിൽ ആ 10 ഇഞ്ച് എവിടെയാണെന്ന് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ട് പാഡ് ഇതുപോലെയാണ് വെക്കേണ്ടത്. റോങ് സൈഡിൽ പാഡ് ഇതുപോലെ വെക്കണം. അപ്പോൾ നമ്മൾ പാഡിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ സൂചി നൂലും കൊണ്ട് തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് സ്റ്റിച്ച് ചെയ്യാം, അല്ല നമുക്ക് ഹെം ചെയ്യണതാണ് കംഫർട്ടബിൾ എങ്കിൽ ഹെം ചെയ്ത് കൊടുത്താലും മതി. പാഡിൻ്റെ ചുറ്റും റൗണ്ട് ചെയ്ത് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ സെൻറ്ററിലൊരു ഹെമ്മിങ് ഇട്ടാലും വലിയ പ്രശ്നമില്ലാണ്ട് തന്നെ നമുക്ക് കൃത്യത്തിൽ പാഡ് വയ്ക്കാൻ പറ്റും കേട്ടോ. രണ്ടാമത്തെ പാഡും ഇതുപോലെ തന്നെ നമ്മൾ 10 ഇഞ്ച് കണക്കാക്കിയിട്ട് കൃത്യത്തിൽ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം റൈറ്റ് സൈഡിലല്ല പാഡ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്, റോങ് സൈഡിലാണ്. കാരണം ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കവർ ചെയ്തടിക്കുകയാണല്ലോ. അപ്പോൾ നമ്മളുടെ ആ പ്രിൻസസ് കട്ടിൻ്റെ സ്റ്റിച്ചിങ് സീം അലവൻസ് കാണാതെ പെർഫെക്ഷനിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ നമ്മൾ പാഡ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അത് തെറ്റിപ്പോകരുത്. റോങ് സൈഡിലാണ് പാഡ് ഇതുപോലെയാണ് വെക്കേണ്ടത്, തിരിച്ച് പാഡ് വെച്ച് തുന്നരുത് കേട്ടോ. അതിനുശേഷം നമ്മളിത് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മളുടെ സാറ്റിൻ ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൃത്യത്തിൽ തന്നെ നമ്മളുടെ പാഡ് കവർ ചെയ്ത് വന്നോളൂ കേട്ടോ. ഫ്രണ്ടിലെ പോർഷനിലുള്ള പ്ലീറ്റ് ഇടലാണ് നെക്സ്റ്റ് പ്രോസസ്സ്. നമ്മളുടെ ഒരു നെറ്റ് നമുക്ക് ബാലൻസ് തന്നെ ഇതിലൊരു വലിയ പീസ് ബാലൻസ് ഉണ്ടെങ്കിൽ ആ ഒരു നെറ്റ് നമ്മൾ എടുക്കുക. അതായത് 17 ഇഞ്ചാണ് നിങ്ങൾക്ക് യോക്ക് ലെങ്ത്ത് വരുന്നതെങ്കിൽ, അപ്പം നിങ്ങളുടെ യോക്ക് ലെങ്ത്ത് അനുസരിച്ച് അതിനേക്കാളും ഒരു 10 ഇഞ്ച് ലെങ്ത്തെങ്കിലും കൂടുതൽ ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ. കാരണം ഇത് ക്രോസിലാണ് നമ്മൾ വെക്കുന്നത്. സ്റ്റിച്ചിങ് ചെയ്യണത് നമ്മൾ സ്ട്രെയിറ്റിലാണെങ്കിലും പീസ് നമ്മൾ ഡയഗണലിയാണ് വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ 1/2 ഇഞ്ച് പിടിച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ട് 1/2 ഇഞ്ച് പിടിച്ചിട്ട് പ്ലീറ്റ് ഇടുക. അപ്പോൾ പ്ലീറ്റുകൾ തമ്മിലുള്ള അകലം 1/2 ഇഞ്ചും പ്ലീറ്റിൻ്റെ വിട്ട് 1/2 ഇഞ്ചുമായിട്ട് ഇതുപോലെ നമ്മൾ പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. കുഞ്ഞു കുട്ടികളുടെയൊക്കെ ആണെങ്കിൽ നമുക്ക് അയൺ ചെയ്തിട്ട്, കാരണം കുറച്ച് യോക്ക് ലെങ്ത് അല്ലേ ഉണ്ടാവുള്ളൂ, ഒരു 8 ഇഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ 9 ഇഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ. അതൊന്നും നമുക്ക് ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ വലിയവരുടെയിൽ നമ്മൾ പ്ലീറ്റ് പിടിക്കുമ്പോൾ അയൺ ചെയ്താലൊന്നും നിൽക്കില്ല, മുകളിലും അടിയിലും മാത്രം സ്റ്റിച്ച് ചെയ്താലൊന്നും അങ്ങനെ നിൽക്കത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ പ്ലീറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടിട്ട് ഇതുപോലെ ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ പ്ലീറ്റ് പിടിച്ചിട്ട് ഏറ്റവും അവസാനം അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ പെർഫെക്ഷനിൽ പ്ലീറ്റ് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ അയൺ ചെയ്തെടുത്തതിന് ശേഷമാണ് ഇതിങ്ങനെയാക്കിയാണ്.
ശേഷം നമ്മൾ ആദ്യം ലെഫ്റ്റ് സൈഡിൽ ഇതുപോലെ ഡയഗണലി വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. നിങ്ങൾക്ക് ബോൾ പിന്ന് യൂസ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. തുടക്കക്കാർക്കൊക്കെ അങ്ങനെ ചെയ്യണതായിരിക്കും ബെറ്റർ. കാരണം പ്ലീറ്റ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് അടിക്കുന്ന പ്ലീറ്റിപ്പിൻ്റെ പോർഷൻ ഡയഗണലി വെച്ചിട്ടാണ് കേട്ടോ ആ ഒരു ക്രോസ് ലുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ശേഷം നമ്മൾ റൈറ്റ് സൈഡും ഇതുപോലെ തന്നെ ക്രോസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യണത്. അതും ഇതുപോലെ തന്നെ ബോൾ പിൻ വെച്ചിട്ട് നമ്മൾ കൃത്യത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്ഷനിൽ വരും. നിങ്ങൾക്ക് ഡയഗണലി എത്രത്തോളം നമ്മൾ വെക്കണം എന്നുള്ളത് നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ലെഫ്റ്റ് സൈഡിൻ്റെ ഫുള്ളും ഡയഗണലി കൊടുത്തിട്ട് ഒരു ചെറിയ പോർഷൻ മാത്രം ലെഫ്റ്റ് സൈഡിൽ കാണണ പോലെ തന്നെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനൊരു കുറച്ച് സെൻറ്ററിൽ നിന്ന് കുറച്ച് നീക്കിയിട്ടുള്ള ഒരു വി വരുന്ന രീതിയിലാണ് കേട്ടോ ഇത് വെച്ച് കൊടുത്തത്. അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ പ്ലീറ്റ് എടുക്കുന്ന അത്രയും ഒരു സ്പേസിൽ നമുക്ക് ഈ ഒരു ഡയഗണൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ശേഷം നമ്മൾ നെക്ക് അടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ നെക്ക് അടിക്കുമ്പോൾ നമ്മൾ പ്ലീറ്റ് മാറിപ്പോവാതിരിക്കാൻ മുകളിൽ ഒരു സ്റ്റിച്ച് ഇതുപോലെ ഒരു നെക്കിൻ്റെ ലെങ്ത്തിൻ്റെ മുകളിലേക്ക്, അതായത് ഒരു 5 ഇഞ്ചിൽ ഇതുപോലെ ചെയ്താൽ മതി. കാരണം 6.5 ഇഞ്ചോളാണ് എൻ്റെ നെക്കിൻ്റെ സെൻറ്ററിൻ്റെ ലെങ്ത്ത് വരുന്നത്. മുകളിൽ നമുക്ക് കൂടുതൽ വരുന്നുണ്ട് കേട്ടോ. കാരണം ഒരു ഷേപ്പാണല്ലോ നമ്മൾ കൊടുക്കുന്നത്, പ്രിൻസസിൻ്റെ ഒരു ഷേപ്പാണല്ലോ. അപ്പോൾ ആ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗവും ബാക്ക് നെക്കിൻ്റെ ഭാഗവും ഇതുപോലെ നമ്മൾ നെക്ക് പറഞ്ഞ ഒരു കുറച്ച് ലെങ്ത്തിന് മുകളിലായിട്ട് ഇതുപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയാണ് ചെയ്യണത്. കാരണം ഷോൾഡറും സ്ലീവും ഒരുമിച്ചിട്ടുള്ള ഒരു പീസായിട്ടാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ ആം ഹോള് ഇതുപോലെ ഫിനിഷ് ചെയ്യാണ് ചെയ്യണത്. ഒരു ബയാസ് പീസ് ഒരു ക്രോസ് പീസ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ രണ്ട് ഭാഗവും നമ്മുടെ ഫ്രണ്ടും ബാക്ക് ഭാഗവും ഇതുപോലെ നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കാം. ശേഷം ഒരു സ്ലീവാണ് നമ്മൾ അടിക്കണത്. അപ്പോൾ ഒരു 25 ഇഞ്ച് ലെങ്ത്തിലും ഒരു 9 ഇഞ്ച് വിട്ടിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നന്നായി ഫ്രിൽസ് ആ സ്ലീവിൻ്റെ പോർഷനിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 25 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 40 ഇഞ്ചോളം നമുക്ക് ലെങ്ത്ത് എടുക്കാം കേട്ടോ. 9 ഇഞ്ച് തന്നെ വിട്ട് മതി. കാരണം 4 ഇഞ്ചിലാണ് നമ്മൾ ആ ഷോൾഡറിൻ്റെ നെക്കിൻ്റെ ഒരു ലെങ്ത്ത് വിചാരിച്ചത്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഷേപ്പ് വരണ കാരണം ഫിനിഷിങ്ങിൽ ഒരു 6.5 ഇഞ്ച് സെൻറ്റർ പോർഷനിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ 4 ഇഞ്ചും 8 വരും. സീം അലവൻസിന് വേണ്ടി 1 ഇഞ്ച് വിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ടോട്ടൽ 9 ഇഞ്ച് വരുന്നത്. അത് ഇതുപോലെ സെൻറ്റർ ജോയിനിങ് ചെയ്തിട്ട് രണ്ട് ഭാഗത്തും ഓരോ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ നൂല് വലിച്ചിട്ട് ഫ്രിൽസ് ആക്കുകയാണ് ചെയ്യണത്. അത് 2.5 ഇഞ്ചാണ് ഞാൻ അതിൻ്റെ ആ ഒരു വിട്ട് കൊടുത്തത്. അപ്പോൾ മുകളിലും താഴെയും 2.5 ഇഞ്ച് വിട്ട് കണക്കാക്കിയിട്ട് ഇതുപോലെ ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി ഇട്ട് ഫിനിഷ് ചെയ്യുകയാണ് ചെയ്യണത്. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ആ ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഇത് താഴത്തോട്ട് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാൻ. മുകളിലോട്ട് വെച്ചിട്ടല്ല, കാരണം നമ്മൾ ക്യാൻവാസ് അടിക്കുമ്പോൾ ഫിനിഷ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സ്ലീവ് താഴത്തോട്ട് വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് ഭാഗത്തും നമ്മുടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ക്യാൻവാസ് ആണ് കേട്ടോ കട്ട് ചെയ്യണത്. അപ്പോൾ ബാക്കിലോട്ട് നമ്മൾ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. ഷേപ്പൊന്നും കൊടുക്കണില്ല, സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യണത്. ഫ്രണ്ട് പീസ് ഇതുപോലെ നമ്മളൊരു ഷേപ്പ് കൊടുക്കണം. ഒരു പ്രിൻസസ് നെക്കിൻ്റെ ഒരു ഷേപ്പാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ താഴത്തോട്ട് ഒരു 6.5 ഇഞ്ച്, സെൻറ്ററിൽ ഒരു 6.5 ഇഞ്ചാണ് ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മുകളിലോട്ട് വരുമ്പോൾ ഒരു 4 ഇഞ്ചോളം മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് അനുസരിച്ച് നിങ്ങൾ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മളൊന്ന് ഈ ഒരു ഷേപ്പിൽ നമ്മളൊരു ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നോർമലി നമ്മൾ ക്യാൻവാസ് ചെയ്യണ പോലെ തന്നെ അടിയിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അടിഭാഗം ഫിനിഷ് ചെയ്യുക. ശേഷം നമ്മൾ നമ്മുടെ മെയിൻ പീസിൽ നമ്മളുടെ ക്യാൻവാസ് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യണത്.
നിങ്ങൾക്ക് ബോൾ പിന്ന് യൂസ് ചെയ്തിട്ട് നമ്മളുടെ നെക്ക് കൃത്യമായിട്ട് വെച്ചിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ, മാറിപ്പോവാതിരിക്കാൻ. അപ്പോൾ നമ്മൾ സ്ലീവ് നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നെക്ക് അതിന് ശേഷമാണ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സ്ലീവ് അറ്റാച്ച് ചെയ്തതിൻ്റെ സീം എലവൻസ് കാണില്ല, അത് പക്ക കൃത്യത്തിൽ തന്നെ ഇരിക്കും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു നെഗറ്റീവ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ലൂസൊക്കെ നമുക്ക് ഫീൽ ആവണമെങ്കിൽ ഈ നെക്കും കൂടി മഴിച്ചിട്ട് വേണം നമുക്ക് ആ സ്ലീവ് കറക്റ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ കൃത്യം അളവ് ഷുവറായിട്ടുള്ളവർ മാത്രം ഇത് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തിട്ട് നോർമലി നമ്മളൊരു ടോപ്പ് സ്റ്റിച്ച് അടിച്ചിട്ട് ജോയിൻ ചെയ്യുമല്ലോ, അതുപോലെ അടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഒരു സെൻറ്റർ പോർഷൻ നമ്മൾ ആ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നിടത്ത് ഒരു ടോപ്പ് സ്റ്റിച്ച് വരുന്നത് വിസിബിൾ ആയിരിക്കും. അത് മാത്രമാണ് അതിനൊരു നെഗറ്റീവ് പോയിന്റ് ഉള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ ചെയ്താലും കുഴപ്പമില്ല. അതിനുശേഷം ഫ്രണ്ട് ജോയിൻ ചെയ്തതിന് ശേഷം ബാക്കും ഇതുപോലെ തന്നെ അപ്പുറത്തെ വശം ഉണ്ടാവുമല്ലോ സ്ലീവിൻ്റെ, ആ വശം ഇതുപോലെ താഴ്ത്തോട്ട് വെച്ചിട്ട് ജോയിൻ ചെയ്യാണ് ചെയ്യണത്. ശേഷം നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കാരണം ബാക്കിലെ സിബാണ്, ആ സിബ് ആണ് നമ്മളുടെ ഓപ്പണിംഗ് സൈഡ് വരുന്നത്. അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ സെയിം എലവൻസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ അടി പോർഷനിലുള്ള ആ നെറ്റ് ജോയിൻ ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ 22 ഇഞ്ച് ലെങ്ത്തിൽ വെട്ടിയാണ് എല്ലാ നെറ്റും നമ്മളിതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ആവശ്യമുള്ള തിക്കിൽ നമ്മൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഫ്രിൽസ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എത്രത്തോളം ആണോ പൊന്തി നിൽക്കേണ്ടത് അതനുസരിച്ച് വേണം നമ്മൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കാൻ. 10 ഇഞ്ച് കട്ട് ചെയ്ത് വെച്ചാണ് നെറ്റും ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് ഫ്രിൽസ് ഇടാണ് ചെയ്യണത്. അപ്പോൾ ഇതിലാണ് കൂടുതലും മെറ്റീരിയൽ നമ്മൾ ഈ ഒരു ഡിസൈനിൽ യൂസ് ചെയ്യണത്. കാരണം ഫ്രിൽസ് ഇട്ട മെറ്റീരിയലിൻ്റെ അടിയിൽ വീണ്ടും ഫ്രിൽസ് ഇട്ടിട്ടാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഡബിൾക്ക് മെറ്റീരിയൽ വരുന്നത് ഈ ഒരു പോർഷനിലാണ് കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ തന്നെ നമ്മൾ ഫ്രിൽസ് ഇട്ട് ഫിനിഷ് ചെയ്ത് വെക്കുക. അതിന് ശേഷം നമ്മൾ ഫ്രിൽസ് ഇട്ട് വെച്ചാൽ ആ 22 ഇഞ്ച് ലെങ്ത്തിലുള്ള ഒരു നെറ്റ് ഉണ്ടല്ലോ വലിയ പീസിൽ നമ്മൾ ഈ ഒരു പീസ് അടിയിൽ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ സാറ്റിനായിട്ട് ഈ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ യോക്ക് പോർഷൻ നമ്മളുടെ ഈ ഒരു അറ്റാച്ച് ചെയ്തതിന് അടി പോർഷനായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ യോജിപ്പിക്കുന്ന ടൈമിൽ അറ്റാച്ച് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിൽസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പിടിക്കാതിരിക്കാൻ നോക്കണം. ശേഷം നമ്മൾ ബാക്കിൽ നമ്മളുടെ സിബ് അറ്റാച്ച് ചെയ്യാണ് ചെയ്യണത്. സിബ് അറ്റാച്ച് ചെയ്യണ കാണുമ്പോൾ എനിക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ ഫൂട്ടിനെ കുറിച്ചിട്ട്. അപ്പോൾ എനിക്ക് ഇത് ഞാൻ മുമ്പേ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വൺ സൈഡ് ഫൂട്ടാണ്, ലെഫ്റ്റും റൈറ്റും കൂടിയിട്ടുള്ളതാണ്. എൻ്റെ ബ്രാൻഡ് നെയിം അങ്ങനെ ഒന്നുമില്ല കേട്ടോ, നമുക്ക് ഈ മെഷീൻ ഷോപ്പിൽ നിന്ന് കിട്ടിയത് ഇത് കേട്ടോ. അപ്പോൾ എനിക്കത് ഓൺലൈനല്ല പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സിബ് അറ്റാച്ച് ചെയ്തതിന് ശേഷം അടി പോർഷൻ ഇതുപോലെ കൂട്ടിയടിച്ച് സെപ്പറേറ്റ് നമ്മൾ സാറ്റിനും നെറ്റും കൂടിയിട്ട് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഗൗൺ റെഡിയാണ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്